മേരി ലൈഫിൽ സിനിമയ്ക്കകത്ത് മേരിൻ്റെ പുറകെ ഒരുപാട് ആമ്പിള്ളേർ നടക്കുന്നുണ്ട്. അപ്പം ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ആമ്പിള്ളേർ പുറകെ നടന്നൊരു അനുഭവം ഉണ്ടോ? ഇങ്ങനെയൊന്നും നടന്നിട്ടില്ല. പിന്നെ എങ്ങനെ നടന്നത്? കുറച്ച് പേരുണ്ട്. പാട്ട് പാടി നടക്കാറ് ഇല്ലെന്ന് തോന്നുന്നു. കോളേജിൽ അങ്ങനെ കിട്ടിയിട്ടില്ല. ലവ് ലെറ്റർ ആയിട്ടല്ല, ഓരോ ബിറ്റ് അങ്ങനെയൊക്കെ. ബിറ്റ് എന്ന് പറയുമ്പോൾ ഐ ലവ് യു എന്നൊക്കെ പറഞ്ഞ അങ്ങനെ സംഭവങ്ങൾ എഴുതിയുള്ളൂ അല്ലേ? പക്ഷെ ലവ് ലെറ്ററിന്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, ഒരു വല്ലാത്ത ഫീൽ. നമുക്ക് പ്രണയം തോന്നിയില്ലെങ്കിൽ പൊരിച്ചുമ്പോ വായിക്കാൻ ഭയങ്കര രസമാണ്. ആർക്കെങ്കിലും കൊടുക്കണമെങ്കിൽ കൊടുത്താ കേട്ടാ. എനിക്ക് നിങ്ങളിത് മേരി ക്യാമ്പസിലുള്ള ആൾക്കാരോടാണ് പറഞ്ഞു, പുറമേന്ന് ആൾക്കാർക്ക് ഒന്നും കൊടുക്കണ്ട കേട്ടാ. അല്ലേ അല്ലേ? ക്യാമ്പസിലാരും എനിക്ക് തരില്ലായിരിക്കും. നന്നായിട്ട് അറിയാം, അതുകൊണ്ട് അവിടെ നിന്ന് ആരും പ്രതീക്ഷിക്കണ്ട. അവർക്ക് മേരിയല്ല, അനുപമയല്ല അറിയാം. പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അനുപമ എന്നാരെങ്കിലും വിളിക്കാറുണ്ടോ? മേരി എന്നാണ് ഇപ്പൊ അല്ല, ഒരുവിധം കുറെ പേരൊക്കെ വിളിക്കുക മേരി എന്ന് വിളിക്കും അല്ലേ? പക്ഷെ എനിക്ക് ഞാൻ മേരിനെ കുറിച്ച് വന്നേ പിന്നെ ആദ്യമായിട്ടാണ് ചാളമേരി എന്ന് ഒരാൾ വിളിക്കുന്നത് ഞാൻ കേട്ടത്. അതാരാന്ന് നമുക്ക് മേരിയോട് തന്നെ ചോദിക്കാം. മേരി ചാളമേരി എന്ന് വിളിച്ച ആരാ മേരിന്ന്? നമ്മളെല്ലാം കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ആണല്ലേ, ചില സാരി കൊടുത്ത ആൾക്കാരെ കുറിച്ചല്ലേ പറഞ്ഞേ? സാരി ആയിരുന്നു. ആണല്ലേ. എന്നെ പ്രസവിച്ച് നൊന്ത് പ്രസവിച്ച് 10 മാസം ഇല്ല 9 മാസം എത്രയാണ്ട് മാസം നൊന്ത് പ്രസവിച്ച എന്റെ അമ്മയാണ് അത്. എന്തായാലും മേരി തുറന്നു പറഞ്ഞു. മേരിന്റെ അമ്മ തന്നെ എന്നോട് പറഞ്ഞു ചാളമേരി എന്ന് പറഞ്ഞത്. എന്തായാലും കൊള്ളാം അല്ലേ? സത്യമായിട്ടും അമ്മ അത്രയും ആ ക്യാരക്ടറിനെ അമ്മ പോലും അത്രയും സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ തെളിവ്. പുതിയ പുതിയ സിനിമകളൊക്കെ വരാൻ തുടങ്ങി. പുതിയ കുറച്ച് കഥകളൊക്കെ കേട്ടു. പക്ഷെ ഇപ്പൊ തിരക്ക് പിടിച്ചൊന്നും ചെയ്യല്ല, പതുക്കെ പതുക്കെ. ഈ അൽഫോൺസ് പുത്രൻ എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രേമം എന്ന് പറഞ്ഞ സിനിമയുടെ കഥ നേരത്തെ കേട്ടിരുന്നു? ആദ്യം ഞാൻ ഓഡിഷൻ ടൈമില് കഥ കേട്ടിരുന്നു, അത് കഴിഞ്ഞിട്ട് കേട്ടു. കഥ കേട്ടു, ഭയങ്കര രസം തോന്നി കേട്ട് കഴിഞ്ഞപ്പോ. ഒരു ക്യാരക്ടർ പറഞ്ഞപ്പോ, മേരി എന്ന് പറഞ്ഞ ക്യാരക്ടർ പറഞ്ഞപ്പോ എന്താണ് ആദ്യം ഫീൽ തോന്നിയത്? മേരി എന്ന് പറഞ്ഞ ക്യാരക്ടർ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി അത് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ചെയ്യാന്നുള്ളത്. കാരണം അതിൽ കുറച്ച് ഫാക്ട്സ് ഉണ്ട്. ബട്ട് ഈവൻ എൻ്റെ ഒരു അതായത് ആള് മേരി എന്ന് ക്യാരക്ടർ ആവാനല്ല പറഞ്ഞത്, മേരി എന്നെ കൊണ്ടുവരാനാണ് പറഞ്ഞത്. സോ ഇറ്റ് ഈസ് എൻ ഈസി ടാസ്ക്. അപ്പൊ അതങ്ങനെ ചെയ്തു. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്ക് ഞാൻ അത് ഇടയ്ക്ക് നമ്മളൊന്ന് പറഞ്ഞു തുടങ്ങിയതായിരുന്നു ലൊക്കേഷൻ വിശേഷങ്ങൾ അല്ലേ, ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ. എങ്ങനെയായിരുന്നു ലൊക്കേഷനിലെ ഷൂട്ടിന്റെ സമയം? അയ്യോ, ലൊക്കേഷനിൽ എന്ന് വെച്ചാൽ ഞാനും പിന്നെ ഒരു കൊച്ചുകുട്ടിയാണ് ആ ഒരു പോർഷനിൽ ഉണ്ടായിരുന്നത്. കുഞ്ഞുകുട്ടി അടിച്ചോണ്ട് പോയല്ലോ ലാസ്റ്റ് ടൈം. കൂടുതൽ കൊണ്ടുനടക്കരുത്, ഒരു കാര്യമില്ല, വെറുതെ കൊണ്ടുനടന്നു. എന്നിട്ട് പറയാം. ഓക്കെ, അപ്പൊ ആ ഒരു കൊച്ചുകുട്ടിയായിരുന്നല്ലോ കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ ബാക്കിയുള്ളവരൊക്കെ ചേട്ടന്മാരാണ്. ഒക്കെ ചേട്ടന്മാർ പറഞ്ഞാൽ എല്ലാവരും ചേട്ടന്മാര്. നമ്മൾ അങ്കിള് തിരിഞ്ഞ ചേട്ടന്മാര്, ഇംഗ്ലീഷ് തിരിഞ്ഞ ചേട്ടന്മാര്, എല്ലാവരും ചേട്ടന്മാര്. സോ അപ്പൊ എല്ലാവരും ഇങ്ങനെ മുടിയുടെ കാര്യം പറഞ്ഞ് ഞാൻ അവിടെ ചെയ്യണ ഓരോ പൊട്ടത്തനങ്ങളൊക്കെ പറഞ്ഞ് എന്നെ കളിയാക്കി കൊണ്ടേയിരിക്കും. പിന്നെ അവിടെ ഷൂട്ടിംഗ് എന്ന് വെച്ചാൽ അതായത് മേജർ ടൈം അവിടെ കളിയായിരിക്കും. പിന്നെ എപ്പോഴെങ്കിലും കളിച്ച് ബോറടിക്കുമ്പോ ഷൂട്ട് ചെയ്യും. അതാണ് അവിടുത്തെ അവസ്ഥ. പക്ഷെ ഭയങ്കര രസമായിരുന്നില്ലേ? കാരണം ഇത്രയും കോഴികൾ പുറകെ നടക്കുക, കോഴിക്കളെന്നൊരു പേരും സാബുക്കോഴി അല്ലേ? അതെ, സിബുക്കോഴി. പിന്നെ വേറെന്തൊക്കെയായിരുന്നു? ഗിരിരാജൻ കോഴി, അങ്ങനെയുള്ള ഒരുപാട്. എന്തായാലും ആൾക്കാർക്ക് ഈ കോഴി എല്ലാവരുടെയും ഉള്ളിൽ, ആണുങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിൽ ഒരു കോഴിയുണ്ട്. ഉണ്ടാവും 100%. തുറന്ന് പറഞ്ഞോളൂ. കാരണം എന്താ അറിയോ, ഓട്ടോമാറ്റിക്കലി നമുക്ക് ആരോടെങ്കിലും ഒരു പ്രണയം തോന്നും, നമുക്ക് പുറകെ നടക്കുന്ന ആഗ്രഹമൊക്കെ തോന്നും. തോന്നിയില്ലെങ്കിൽ അവനാണല്ല, അതാണ് സത്യാവസ്ഥ അല്ലേ? പക്ഷെ ഇത്ര വ്യക്തമായ രീതിയിൽ അത് അൽഫോൺസ് പുത്രൻ കാണിക്കുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മറ്റേ എന്താണ് സാബുക്കോഴിയാണോ വന്നിട്ട് പറയുന്നത് ഷാജാസ് സ്റ്റേഡിയത്തില് അത് ഗിരിരാജൻ കോഴിയാണ് അല്ലേ? ഭയങ്കര രസമെന്ന് പറയും. ഇതിൽ ലാസ്റ്റ് റെസ്റ്റോറന്റിൽ വന്നിരുന്നിട്ട് മറ്റേ ബോംബെക്കാരിന്റെ അടുത്ത് വന്നിട്ട് എന്താ പേര് അല്ല പേര് 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 ഹു അറിയൂ വാട്ട് യു വാണ്ട് എവിടുന്ന വന്ന്? മുംബൈ ചേട്ടാ അപ്പുറത്ത് വെച്ചാൽ അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പുള്ളിന്റെ കോട്ട് സൂട്ടിട്ടുള്ള വരവുകളും. ഏത് പ്രേമം കണ്ടു കഴിഞ്ഞപ്പം ഇതിൽ ഏത് സീനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? മേരി അഭിനയിച്ചതല്ലാണ്ടും മൊത്തത്തിൽ ഏത് സീനാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ജോർജും സെക്കൻഡ് പോർഷനിൽ ഒരുപാട് സീൻസ് എനിക്ക് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. ക്യാമ്പസ് സീൻസ് ഒരുപാട് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ അതിലൊരു സെന്റിമെന്റൽ സീൻ ഉണ്ട്, കരയണ ഒരു സീൻ. അത് ദാറ്റ് ടച്ച് മൈ ഹാർട്ട്. എന്റെ കണ്ണു വരെ നിറഞ്ഞു പോയി. ഐ ഡോണ്ട് നോ വൈ, പക്ഷെ അതങ്ങനെയാണ്.
സെയിം പിച്ച് കേട്ടോ, എനിക്ക് സെയിം എന്ന് വെച്ചാൽ അത് എനിക്ക് കണ്ണൊന്നും നിറഞ്ഞില്ലെങ്കിൽ പോലും, പക്ഷെ എനിക്ക് ആ കോളേജിലെ ക്യാമ്പസിലെ ആ സംഭവം ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒന്ന് അത് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിവിന്റെ ആ ഒരു ലുക്കും ബാക്കി എല്ലാവരുടെയും 3 പേരുടെയും ലുക്കും, അതുപോലെ അതിന്റെ ഷോട്ടൊക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ആ ഫസ്റ്റ് ഇൻട്രോ തന്നെ മറ്റേ സ്റ്റേജിനടിയിൽ നിന്ന് എണീറ്റ് വരുന്ന സംഭവങ്ങളൊക്കെ അല്ലേ, അങ്ങനത്തെ കുറെ സംഭവം. എന്തായാലും എല്ലാം കൂടെ കോർത്തിണക്കി മലയാളികൾക്ക് വലിയൊരു ട്രീറ്റ് തന്നെയാണ് അൽഫോൺസ്. ശരിക്കും അൽഫോൺസിന്റെ ആനന്ദന്റെയും കാര്യങ്ങളാണ്. അവര് ഒരു സീൻ എപ്പോഴും എടുക്കാൻ നമുക്ക് പ്രൊഡിക്ട് ചെയ്യാൻ പറ്റില്ല. അതാണ് അവരുടെ പ്രത്യേകത. അതാണ് കാരണം ഇന്നൊരു സമയത്ത് ഞങ്ങൾ ഇന്ന സീൻ എടുത്തിരിക്കും എന്നല്ല പറയാ. ലൈക്ക് ബെസ്റ്റ് ടൈം എപ്പോ ഫ്രണ്ട് പറഞ്ഞു അപ്പൊ സീൻ എടുക്കുക, അതാണ് അവരുടെ ഒരു കോൺസെപ്റ്റ് പറയാം. നമ്മള് വെറുതെ ഇരിക്കായിരിക്കും, എന്റെ എത്ര ചായയും കാപ്പിയൊക്കെ വേസ്റ്റ് ആയെന്നറിയോ, ഞാൻ അങ്ങനെ കാപ്പി കുടിച്ചോണ്ടിരിക്കായിരിക്കും, അനു എനിക്ക് ഓട് റോളിംഗ് എന്ന് പറയും, അത് ഓർമ്മയുണ്ടാവുള്ളൂ. പിന്നെ എനിക്ക് ഓടാ പോയി അഭിനയിക്കുക. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടത് നമ്മുടെ മെരിന്റെ അപ്പച്ചനായിട്ട് അഭിനയിച്ചു എന്തായാലും കൊള്ളാട്ടോ, സത്യമായിട്ടും. ഇങ്ങനെ സുന്ദരിമാരായ മക്കളുണ്ടായി കഴിഞ്ഞാൽ അപ്പന്മാർക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ അല്ലേ, സത്യല്ലേ. പുള്ളിയില് ഓടിക്കോടാ മെരി അപ്പം വരുന്നുണ്ടാ. പിന്നെ പള്ളിയിലെ ആ സീനുകളും എല്ലാം ഓർത്തിരിക്കേണ്ട ഒരുപാട് സീനുകൾ മലയാളികൾ. അത് മാത്രമല്ല മലയാളികൾക്ക് 3 സുന്ദരിമാരെ സമ്മാനിക്കുകയും കൂടെ ചെയ്തു അതിന്റെ കൂട്ടത്തില്. പിന്നെ എന്താ ശബ്ദം? ഒന്നുമില്ല, എനിക്ക് ചൂടെടുത്ത് പെട്ടെന്ന് സുന്ദരിയാന്ന് പറഞ്ഞുകൊണ്ട് പൊന്തിപ്പോയതാണോ? അല്ല, ഞാൻ അങ്ങനെ വേണമെങ്കിൽ മാറ്റിക്കോളോ. സുന്ദരിയാണ് മേരി, ഞങ്ങൾ സമ്മതിച്ചല്ലേ, അതാണ്. എന്തായാലും അതുപോലെ ഒരു കാരണം 3 സുന്ദരിമാരെ മലയാളത്തിന് സമ്മതിച്ചു. അതുപോലെ മലയാളികൾക്ക് എന്നും ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു മൂവി മലയാളത്തിൽ. എന്തായാലും ഇനി എന്താണ് മേരിക്ക്, ഇനി എന്താണ് പ്ലാൻ? മൂവി തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കാനാണോ അതോ പഠിപ്പുമായിട്ട് മുന്നോട്ട് പോകാനാണോ? എന്താണ് പ്ലാൻ? എന്താണ്? മൂവി എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്, അഭിനയം എനിക്കിഷ്ടമാണ്. സോ നമുക്ക് കംഫർട്ടബിൾ ആയി തോന്നുന്ന സ്ക്രിപ്റ്റുകൾ വന്നാൽ അല്ലെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നുന്ന സംഭവങ്ങൾ വന്നാൽ ചെയ്യും. പിന്നെ എനിക്ക് പഠിപ്പ് മുന്നോട്ട് കൊണ്ടുവന്നുണ്ട്. അപ്പോൾ ഇതും തമ്മിലുള്ള ഒരു ബാലൻസ് ആണ് എൻ്റെ ഒരു ആഗ്രഹം. എത്രത്തോളം നടക്കുമെന്ന് അറിയില്ല. കോളേജിലെ ഇപ്പം ഇത് കഴിഞ്ഞിട്ട് ഷൂട്ട് കഴിഞ്ഞിട്ട് പടം റിലീസായതിനു ശേഷം കോളേജിൽ പോയിരുന്നോ? പടം റിലീസായതിനു ശേഷം പോയില്ല. ഇല്ല, പോയി നോക്കണമെന്നുണ്ടായിരുന്നു, പക്ഷെ പോവാൻ പറ്റിയില്ല. കുറച്ച് പ്രമോ വർക്കും കാര്യങ്ങളായിട്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ ഇനിയിപ്പൊ പോണം, പെട്ടെന്ന് തന്നെ പോണം. കൂട്ടുകാരൊക്കെ വിളിയുണ്ട്, സ്ഥിരം വിളിയാണ്. ഇടയ്ക്കൊക്കെ മെസ്സേജ് അയക്കും. ഇല്ല, കഥയെ കുറിച്ച് അവർക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പടം കണ്ടപ്പോ തന്നെ അവർക്ക് കഥ എന്താന്ന് മനസ്സിലായിട്ടുള്ളൂ. ഞാനൊന്നും പറഞ്ഞിരുന്നില്ല. അതെ അതെ, അവരെ പ്രഡിക്ഷൻസ് ഒക്കെ തെറ്റിച്ച് ആ സിനിമയുടെ പോക്ക് കണ്ടപ്പോ അവരൊക്കെ എന്നെ തെളിവിച്ചു, നീ ദുഷ്ടയാണ്, നീ ഞങ്ങളുടെ കാലം എത്ര കൂടെ നടന്നിട്ട് ഒന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞു. അത് സിനിമയുടെ ഒരു സീക്രട്ടാണ്. സിനിമ നമുക്ക് പറയാൻ പറ്റില്ല, നമുക്കൊരു പരിധിയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അതുകൊണ്ട് എല്ലാവരും അങ്ങ് ക്ഷമിച്ചു, പാവാണ്, നിവൃത്തിയില്ലാത്തതുകൊണ്ട് അല്ലേ മേരി. അപ്പം ഇനി പഠിത്തം ഇതിലേക്ക് പോകുന്നു, ക്യാമ്പസിലേക്ക് പോയി കഴിഞ്ഞ് ഇപ്പം കുട്ടികൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നറിയോ, പിള്ളേർക്ക് ഓടി വന്ന് പൊതിയും മേരിനെ. സത്യം ഇടും. ഇപ്പൊ അങ്ങനത്തെ അനുഭവം ഉണ്ടായില്ലേ? പുറത്തൊക്കെ ഇറങ്ങിയിറങ്ങുമ്പോൾ ആൾക്കാർ വന്ന് പൊതിയാറില്ല, ആൾക്കാർ തിരിച്ചറിയും. അത് പാട്ട് ആലുവപ്പുഴ പാട്ട് ഇറങ്ങിയപ്പോ തൊട്ട് തന്നെ തിരിച്ചറിയും. പ്രത്യേകിച്ച് എന്റെ മുടി എങ്ങനെയെങ്കിലും പോണിട്ടേലൊക്കെ കെട്ടി പോകുമ്പോ മുടി കണ്ടിട്ട് ആൾക്കാർ തിരിച്ചറിയും. അതിനോട് വന്ന് പറയാറുണ്ട്, മുടി കണ്ടിട്ടാണ് മനസ്സിലായത് ആളാണെന്നുള്ളത്. സെൽഫി എടുക്കാൻ ആൾക്കാർ അതൊക്കെ ഉണ്ട്. കുറച്ചൊക്കെ റഷ് ഉണ്ടാവും. മെയിൻലി യങ്സ്റ്റേഴ്സാണ് കൂടുതൽ സെൽഫി എടുക്കാൻ പറ്റുന്നത്. പക്ഷെ എന്റെ ഒരു സന്തോഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ യങ്സ്റ്റേഴ്സ് മാത്രമല്ല, ഇത്ര പ്രായമുള്ള ആൾക്കാരും വന്ന് ഇങ്ങനെ ഒരു കൊച്ചുമോളുടെ പോലെ അങ്ങനെയൊക്കെ വന്ന് എന്നോട് സംസാരിക്കും. അത് ഭയങ്കര ഒരു സന്തോഷമുള്ള